എൻ്റെ പേര് മാത്തുക്കുട്ടി ഈശ്വർ. ഞാൻ കേരള സമാജത്തിൻ്റെ ഈ വർഷത്തെ സെക്രട്ടറിയാണ്. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തത്തിൽ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ഈ ഇനോഗ്രൽ പരിപാടിയും ഈസ്റ്റർ, വിഷു ആഘോഷങ്ങളും അതുപോലെ പുതുതായിട്ട് ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രസിഡൻസ് ഫോറം രൂപീകരണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഈ സന്ധ്യയിൽ നടത്താനായിട്ട് ഇങ്ങനെ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നമ്മുടെ പ്രോഗ്രാം മാസ്റ്റർ സെറമണി അവതാരികയായിട്ട് വരുന്നത് ജിനു ആൻഡ് മാത്യു. പ്ലീസ് ജിനു. അപ്പോൾ ഇന്നത്തെ ഈ സന്ധ്യ പാട്ടും ഡാൻസും മറ്റു പരിപാടികളായിട്ട് ഈസ്റ്റർ വിഷു ആഘോഷം നമുക്ക് അടിച്ചു പൊളിക്കാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. എന്ത് അടിച്ചുപൊളി ആയാലും നമുക്ക് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് എല്ലാ പരിപാടികളും ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മഹിമ ജേക്കബിനെ ക്ഷണിക്കും. ലോകം മുഴുവൻ സുഖം പകരാനും സ്നേഹദീപമിൻ വിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനും സ്നേഹദീപമിൻ വിഴി തുറക്കൂ. കടല നിവാരണ കാറ്റിൻ നടുവിൽ
शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। പങ്കെടുക്കുന്ന ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നതിനായി കേരള സമാജം സെക്രട്ടറി ശ്രീ മാത്തുക്കുട്ടി ഈശോയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ യോഗ അധ്യക്ഷൻ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ സജി എബ്രഹാം, സമാജം ബോർഡ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സിറിയൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈസ്റ്റർ ആശംസകൾ നൽകാൻ വന്നിരിക്കുന്ന ഫാദർ യേശുദാസ്, അതുപോലെ നമ്മുടെ അടുത്ത വിശിഷ്ടാതിഥി ഡോക്ടർ മധു ഭാസ്കരൻ, സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ,
സമാജത്തിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾ, അതുപോലെ ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ മുൻ പ്രസിഡന്റുമാർ എല്ലാവരും, അതുപോലെ കേരള സമാജത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഏവർക്കും സ്നേഹവന്ദനം. വളരെ മനോഹരമായ ഒരു സന്ധ്യ. ഈ സന്ധ്യയിൽ നമുക്ക് ഏവർക്കും ഈ ഒരു സുദിനത്തിൽ ഇവിടെ എത്തിച്ചേരുന്നതിനും നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും അതോടൊപ്പം ഈസ്റ്റർ വിഷു ആഘോഷിക്കുന്നതിനും നമുക്ക് ഈ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 1977-79 കാലഘട്ടത്തിൽ കേരളത്തിലെ KSRTC ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് K. നാരായണക്കുറുപ്പ്. ചിലർക്കൊക്കെ അറിയാം. അദ്ദേഹം പല സ്ഥലത്തും പോയി പല വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് പോകും, പക്ഷെ നിറവേറ്റാറില്ല. അതിന് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ല് വന്നിട്ടുണ്ടായിരുന്നു, ഉറുപ്പിൻ്റെ ഉറപ്പ്. ഉറുപ്പിങ്ങനെ ഉറപ്പ് പറയും, പക്ഷെ ഉറപ്പൊന്നും നടക്കാറില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ വന്ന് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ KSRTC ബസ്സുകളെല്ലാം 17-18 വർഷം തികഞ്ഞ ബസ്സുകളാണ്. 17 വയസ്സ് 18 വയസ്സെന്ന് കേൾക്കുമ്പോൾ 17-18 നല്ല സ്വീറ്റ് വയസ്സാണെന്ന് തോന്നും. മനുഷ്യരെ സംബന്ധിച്ച് അത് വാസ്തവമാണ്. പക്ഷേ ഒരു ബസ്സിനെ സംബന്ധിച്ച് 17-18 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ അന്ത്യ സമയമാണ്. കാരണം അത്രയും വർഷം ഓടുക എന്ന് പറയുന്ന ബസ്സിന്റെ ആയുസ്സിൽ അവസാന ഘട്ടത്തിൽ തന്നെ എത്തുന്ന സമയമാണ്. കേരള സമാജം എന്ന പ്രസ്ഥാനം ഇന്ന് 53 വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഒരു സംഘടനയ്ക്ക് ഇതുപോലെ പ്രായം പറഞ്ഞാൽ അത് പ്രായം കൂടുന്തോറും ചെറുപ്പത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനെ നയിക്കുന്നവർ പലരും ചെറുപ്പക്കാരായിരിക്കും, നല്ല ചുറുചുറുക്കുള്ള ഹൃദയമുള്ള മനസ്സുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ സംഘടനയുടെ പ്രായം സാധാരണ ആർക്കും മനസ്സിലാക്കാറില്ല. മനുഷ്യന്റെ ആയുസ് മുമ്പോട്ട് പോകുമ്പോൾ സമാജത്തിന്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ ആയുസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സംഘടന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സംഘടനയുടെ ഈ സമാജത്തിന്റെ ആദ്യകാല ഏറ്റവും പ്രഥമ പ്രസിഡന്റായ പ്രൊഫസർ ജോസഫ് ചാലിൽ സാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ജോസഫ് ചെറുവേൽ സാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ മുൻകാലങ്ങളിൽ ഈ സംഘടനയെ മുൻപോട്ട് നയിച്ച നമ്മുടെ മുൻ പ്രസിഡന്റുമാരെ എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. അത് വളരെ സന്തോഷം. കാരണം ഈ സംഘടന ഈ നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ടാണ്. കാരണം ഒരു സംഘടനയിലെ ഈ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും ഒരു 6-7 വർഷം പ്രവർത്തിക്കണം. അതിനുശേഷം പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 5 വർഷം ബോർഡ് ഓഫ് ട്രസ്റ്റ് മെമ്പറായിട്ട് തുടരുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയിൽ 10 വർഷത്തോളെങ്കിലും മിനിമം പ്രവർത്തിച്ച വ്യക്തികളാണ് ഈ ഇവിടെ നിന്ന് മുൻപിൽ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫോർമർ പ്രസിഡന്റുമാർ. ഇങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമുക്ക് ഈ ഒരു ഉദ്ഘാടനം ഇന്നത്തെ പ്രോഗ്രാം നടത്താൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ സംഘടനയിലൂടെ പ്രവർത്തിച്ച് വളർന്നു വന്നവര് അതോടൊപ്പം തന്നെ അവരും പല മേഖലയിലേക്ക് വളർന്ന് കയറിയവരാണ്. നമുക്കിവിടെ നേതാക്കന്മാരായിരിക്കുന്ന ധാരാളം പേരുണ്ട്. ലീലാമാരായിട്ട് ഈ സംഘടനയിലെ പ്രസിഡന്റ് ആയിരുന്നു. അതിൽ ഇതോടെ വന്ന് ഫൊക്കാനയിൽ നേതൃത്വത്തിൽ യോജിച്ചു. അതുപോലെ പോൾ കറിയോട് വന്നിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ നമ്മുടെ വിനോദ് KRK ഫൊക്കാന സെക്രട്ടറി ആയിരുന്നു. പിന്നെ നമ്മുടെ ഷാജു സാം YMCA ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ ഉയർന്ന വ്യക്തിയാണ്. ഇന്റർനാഷണൽ ലെവലിൽ YMCA വൈസ് ബാങ്ക് ക്ലബിന്റെ പ്രസിഡന്റായിട്ട് മത്സരിച്ച വ്യക്തിയാണ്. അതുപോലെ ഈ സംഘടനയിലൂടെ വളർന്നവരാണ് നിങ്ങളിൽ പലരും. അതുപോലെ നമ്മുടെ പോൾ ജോസ് ഇപ്പോൾ നമ്മുടെ ഫോമയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇതുപോലെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചവരെ നമ്മുടെ ഡോക്ടർ ജേക്കബ് കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഫോമയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഈ സംഘടനയിലെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച വ്യക്തികളൊക്കെയാണ്. അതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്, നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ്. സംഘടന വളരുന്നതോടൊപ്പം നമ്മളും വളരുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഈ 53ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ ഈ ചുമതല ഏൽപ്പിച്ചതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. കാരണം ഞാൻ ഈ അമേരിക്കയിൽ 10 വർഷത്തോളം ആയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നത് കേട്ടു, വന്നതേ ഉള്ളല്ലോ, ഉടനെ കേരള സമാജം പിടിച്ചെടുത്തോന്ന്.
കാരണം ആ ഒരു നിലയിലേക്ക് നമ്മൾ ഈ പ്രവർത്തന ശൈലി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ്. എന്തായാലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ സെക്രട്ടറി ആകണമെന്നൊക്കെ ആഗ്രഹിച്ച ആളല്ല, പക്ഷേ എന്നെ ഇതിലേക്ക് നിർബന്ധിച്ച് ഈ സ്ഥാനത്ത് എത്തിച്ച ഒരു നേതാവാണ്, ലീഡറാണ് ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റ് സജി എബ്രഹാം. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യം എനിക്ക് അധികം അടുത്ത് പരിചയമില്ലായിരുന്നെങ്കിലും പിന്നീട് അടുത്ത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നടത്തുന്നതിന് ഇത്രയും കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഇന്ന് ഈ മീറ്റിങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന സമാജം പ്രസിഡന്റ് സജി എബ്രഹാത്തിനെ വളരെ നിറഞ്ഞ ആർദ്രവത്തോടുകൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈ സമാജത്തില് ചരിത്രം കുറിച്ചുകൊണ്ട് 3 പ്രാവശ്യം പ്രസിഡന്റായ വ്യക്തിയാണ് നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് ശ്രീ. 3 പ്രാവശ്യം പ്രസിഡന്റായി പ്രവർത്തിച്ചു വിൻസെന്റ് ശ്രീ. വിൻസെന്റ് ശ്രീക്കിനെ ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനാണ്. വിൻസെന്റ് ശ്രീക്കിനെ ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ആദ്യ പ്രസിഡന്റ് ജോസഫ് ചെറുവേൽ സാർ ഉണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നത്തെ നമ്മുടെ വിഷു സന്ദേശം നൽകുന്നതിന് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മധു ഭാസ്കറാണ്. മധു ഭാസ്കർ ഡോക്ടർ ഇവിടുത്തെ ഏകദേശം 1000-ൽ പരം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ഈ അമേരിക്കയിലെ ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയെ നമുക്ക് ഇന്നത്തെ ദിവസം ഈ വിഷു സന്ദേശം നൽകുന്നൊരു ഡോക്ടറാണെങ്കിലും ഈ വിഷു സംബന്ധമായ അല്ലെങ്കിൽ ഹിന്ദു സംബന്ധമായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം പറയാൻ വളരെ വിദഗ്ധനായ വ്യക്തിയാണ് ഡോക്ടർ മധു ഭാസ്കർ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഈശ്വര സന്ദേശം നൽകുവാനും നമുക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് വളരെ സമുചിതനായ ഒരു വ്യക്തിയാണ് ഫാദർ യേശുദാസ്. തിരുവനന്തപുരം പാറശാലക്കാരനാണ്. അദ്ദേഹം 1 വർഷമായിട്ട് ഇവിടെ മേഴ്സി ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് ഫാദർ യേശുദാസിനെ സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ സംഘടനയിലൂടെ മുൻ പ്രസിഡന്റുമാരായിരുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നതിലെ പ്രസിഡന്റ് നിലയിൽ ഇരിപ്പുണ്ട്. എല്ലാവരെയും മുൻ പ്രസിഡന്റുമാരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ശ്രീകുമാർ ഉണ്ണിത്താൻ വന്നിട്ടുണ്ട്. ശ്രീകുമാർ ഉണ്ണിത്താനെ ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫോമയുടെ ജോയിന്റ് സെക്രട്ടറി, നാഷണൽ ജോയിന്റ് സെക്രട്ടറിയാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുത്ത് എന്ന് പറയുന്ന പോൾ പി ജോസിനെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യും. ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറൊക്കെയാണ് നമ്മുടെ ഉരുക്കു വനിത ലീല മാരേറ്റ് ഇവിടെ ഉണ്ട്. ലീല മാരേറ്റിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു പ്രസിഡന്റുമാരുടെ പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല, അവിടെ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് വിടുന്നു. അതുപോലെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങളുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫൊക്കാനയുടെ മറ്റ് പ്രതിനിധികളാലും വന്നിട്ടുണ്ട്. ഫോമയുടെ വേറെ ആരും പ്രതിനിധികളുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാമായ മേരി ഫിലിപ്പ് ഫൊക്കാനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. മേരി ഫിലിപ്പിനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ മേരിക്കുട്ടി മൈക്കിളെ ഫൊക്കാനയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മേരിക്കുട്ടി മൈക്കിളിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്കിവിടെ ഡാൻസ് അവതരിപ്പിച്ച കലാ ആർട്സ് ടീമിന്റെ മറ്റു കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ഇവിടെ പാട്ട് അവതരിപ്പിക്കാൻ 2 പേരുണ്ട്. മഹിമ ഒരു പാട്ട് ഓൾറെഡി നിങ്ങൾ കേട്ടു, മഹിമയും അതുപോലെ അടുത്ത് പ്രേംകൃഷ്ണൻ. അവരെ 2 പേരെയും ഈ വേദിയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മീഡിയ പേഴ്സൺ, ഫോട്ടോ വീഡിയോ എടുക്കുന്ന നമ്മുടെ ജേക്കബ് മാനുവൽ, അദ്ദേഹത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ
സൗണ്ട് സിസ്റ്റം ചെയ്യുന്നത് റിജി വർഗീസാണ്. റിജി വർഗീസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഈ ഓഡിറ്റോറിയം ഒരുക്കി തന്ന പാസ്റ്ററിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ കേരള സമാജത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും കുടുംബമായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും മറ്റു വാക്കുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമുക്ക് ഇന്ന് കുറച്ച് ലേറ്റായി ഓൾറെഡി, അതുകൊണ്ട് അടുത്ത പരിപാടികൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒക്കെ വാക്കുകൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പ്രോഗ്രാം നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. നമ്മുടെ ഈ സംഘടനയുടെ പ്രസിഡന്റിനെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട സജി എബ്രഹാമിനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫാദർ യേശുദാസ് ഇന്നിവിടെ നമുക്ക്
വിഷുവിൻ്റെ സന്ദേശം നൽകുന്ന പാസ്റ്റർ, സ്നേഹം നിറഞ്ഞ ചെറുപേരി സാർ, ഒക്കാനായും ഹോമയും നയിക്കുന്ന പ്രിയ നേതാക്കന്മാരെ, കേരള സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാധുക്കുട്ടി ഈശോ, പ്രിയപ്പെട്ട വിനോദ്, മാത്യുട്ടിയര, ജോസി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പ്രിയപ്പെട്ട വിൻസെൻ്റ്, സ്നേഹം നിറഞ്ഞവരെ, കാലാകാലങ്ങളായി കേരള സമാജം അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടക്കുമ്പോൾ ഈസ്റ്റർ വിഷു സെലിബ്രേഷൻ അതോടൊപ്പം ചേർത്ത് നടത്തുന്ന ഒരു പതിവ് കാലാകാലങ്ങളായിട്ടുണ്ട്. ഈസ്റ്ററിൻ്റെ സന്ദേശം നമുക്കറിയാം, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ഈസ്റ്ററിന് കാണുവാനും ദർശിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ വിഷുവും ഓരോ മലയാളിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു കൈനീട്ടവും കാര്യങ്ങളൊക്കെയും നമുക്കറിയാം. അതിനെക്കുറിച്ചൊക്കെയും അച്ഛനും പ്രിയപ്പെട്ട ഡോക്ടറൊക്കെയും സംസാരിക്കുന്നുണ്ട്. ഇതിലേക്ക് കിടക്കുന്നില്ല. കേരള സമാജത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാലാകാലങ്ങളായി ഇതിനെ നയിച്ച, അതിനെ വളർത്തിയ, ഇതിനെ വലുതാക്കിയ അനേകം പ്രസിഡന്റുമാരും തന്നെ മുമ്പിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. എന്നാൽ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പ്രവർത്തന ഉദ്ഘാടനമാണെന്നുള്ള നടക്കുന്നത്. അതിൻ്റെ കാരണം ഇതിൽ നിന്നും മാറിപ്പോകുവാൻ, ഇതിനെ പച്ചപിടിപ്പിക്കുവാൻ, ഇതിനുവേണ്ടി ഘോരാത്മം പ്രയത്നിച്ച ഇതിൻ്റെ പ്രസിഡന്റുമാരുടെ ഒരു ഫോറം ഇന്നിവിടെ രൂപീകരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ഇപ്പോഴൊന്നും പറയുന്നില്ല, കാരണം പ്രസിഡൻസ് ഫോറം ഇനാഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. താങ്ക് യു. താങ്ക് യു പ്രസിഡന്റ് സജി എബ്രഹാം. താങ്കളുടെ നേതൃത്വം ഈ സമാജത്തെ ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിലവിളക്ക് തെളിയിക്കുന്നതിന് സ്റ്റേജിലേക്ക് വരേണ്ടവരെ ക്ഷണിക്കുന്നതിനായി ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ വിൻസെന്റ് ശ്രീക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ സമയത്തെ കർത്തവ്യം 2025 കമ്മിറ്റി അംഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിലെ ഓരോ അംഗങ്ങളും അവരവരുടേതായിട്ടുള്ള കർമ്മപദങ്ങളിൽ ജോലി ചെയ്ത് പ്രവർത്തനമുഖരായി കേരള സമാജത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇതിന് മുൻപും ഇത് കഴിഞ്ഞും അവർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. താങ്ക് യു. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സിറിയക്. ബോർഡ് ഓഫ് ട്രസ്റ്റിയെ പ്രതികരിച്ച് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സിറിയക്, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പേഴ്സും കൂടെ അതിലൂടെ കൂടുന്നതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പ്രതികരിച്ച് നമ്മുടെ കുരുക്ക് വനിത ലീല മാരയായിട്ട് നിലവിളക്ക് കൊടുക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ബാക്കിയുള്ളവർ അതിൻ്റെ ഒപ്പം ചേരേണ്ടതാണ്. നമ്മുടെ മുൻ പ്രസിഡന്റുമാരെ എല്ലാം പ്രതികരിച്ച് പ്രൊഫസർ ജോസഫ് ചെറുവേലി. 2 അതിഥികളുണ്ട്. ഫാദർ യേശുദാസ്, മധു ഭാസ്കരൻ, ഒക്കാന ജനറൽ സെക്രട്ടറി ശ്രീ ഉമാർ പണ്ഡിത്താൻ.
പൊക്കാനയും ഫോമയും ഇന്നിവിടെ യോജിക്കുകയാണ്. ഒരുമിച്ച് നിലവിൽക്കൊള്ളുന്നതാണ് പൊക്കാനയും ഫോമയും. ഫോമർ ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ്, എന്തൊരു ചന്താരി നർമ്മലെ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താരി ബാല്യത്തൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നർമ്മലെ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താരി നർമ്മലെ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താരി നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ പാവയ്ക്കപ്രായത്തില് നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ കണ്ടൻ ചിരട്ടയില് നമ്മളന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ കണ്ടൻ ചിരട്ടയില് നമ്മളന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ ബാല്യത്തൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താരി നല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താരി താളം തുള്ളി നടന്നവളാ മഞ്ഞൾക്കുറി വരച്ചു താളം തുള്ളി നടന്നവളാ മാതള ചുണ്ടുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞവളാ മാതള ചുണ്ടുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞവളാ ബാല്യത്തൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി തന്നാനേ തന തന തന്നാനേ 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 തന തന തന്നാനേ മുട്ടിറങ്ങും മുടിയിൽ മുക്കുറ്റിപ്പു ചൂടി നടന്നവളെ മുക്കുത്തിറങ്ങും മുടി മുക്കുറ്റിപ്പു ചൂടി നടന്നവളെ പിച്ചരമാല കോർത്ത് കഴുത്തിടനൊന്നായി ചേർന്നതല്ലേ പിച്ചരമാല കോർത്ത് കഴുത്തിടനൊന്നായി ചേർന്നതല്ലേ ബാല്യത്തൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നല്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി
ഞാനില്ലേടി എന്നിലോ നീയില്ല പൊന്നുമോളെ നിന്നിലോ ഞാനില്ലേടി എന്നിലോ നീയില്ല പൊന്നുമോളെ എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്ന് എല്ലാം കൊഴിഞ്ഞില്ലേടി എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്ന് എല്ലാം കൊഴിഞ്ഞില്ലേടി ബാല്യത്തിൽ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറുതല്ലിൽ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നറുതല്ലിൽ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഫാദർ യേശുദാസിനെ ഈസ്റ്റർ സന്ദേശം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൗനം വാക്കാണ്, വാക്ക് ഗുരുവാണ്, ഗുരു ഈശ്വരനാണ്, ഈശ്വരൻ പ്രകാശമാണ്, പ്രകാശം പ്രകൃതിയാണ്, പ്രകൃതി നമ്മളാണ്. ഈശ്വരന്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. ശ്രീബുദ്ധൻ അതിമനോഹരമായ ഒരു കഥ പറയുന്നുണ്ട്, ഒരു മഞ്ഞുതുള്ളിയുടെ കഥ. അങ്ങ് മലമുകളിൽ പിറവികൊണ്ടു, സൂര്യകിരണങ്ങൾ അവൾ ഏറ്റുവാങ്ങി, മറ്റുള്ളവർക്ക് അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പുല്ലുകളോടും പൂക്കളോടും കൂട്ടുകൂടി അവൾ തൻ്റെ ജീവിതം ആസ്വദിച്ചു. താഴ്വാരത്തിൽ മഴവെള്ളപ്പാച്ചിലിന്റെ ശക്തമായ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിവിറച്ചു. വീണ്ടും അവർ ഈ മഴത്തുള്ളിയെ മാടി വിളിക്കുകയാണ് ഞങ്ങളോടൊപ്പം കൂട്ടുകൂടാൻ. അവൾ ഏറെ സന്തോഷത്തോടു കൂടി അവരോടൊപ്പം കൂട്ടുകൂടാൻ ആ ചെടിക്കുണ്ടിലേക്ക് അവൾ എടുത്തു ചാടി. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് തനിക്കുണ്ടായിരുന്നതായ ശോഭ, തനിക്കുണ്ടായിരുന്നതായ അഴക് അതെല്ലാം നഷ്ടമായിരിക്കുന്നു. ഗദ്ഗതത്തോടെയാണെങ്കിലും ആ അഴുക്ക് വെള്ളത്തിലൂടെ അവൾ ഏറെ ദൂരം സഞ്ചരിച്ചു. അങ്ങകലെ ഒരു പുൽത്തുമ്പിൽ ഒരു മനോഹരമായ ഒരു മഴത്തുള്ളിയെ അവൾ കണ്ടുമുട്ടി. അവൾ ചോദിക്കുകയാണ്, ഇത്രയും കുത്തൊഴുക്കുള്ള ഈ നദി ഇതിലൂടെ കടന്നു പോകുമ്പോഴും നിനക്കെങ്ങനെയാണ് ഇത്രയും സൗന്ദര്യം നഷ്ടപ്പെടുത്താതെ നിനക്ക് നിലകൊള്ളാനാകുന്നത്? ആ മഴത്തുള്ളി ഇവളോട് പറഞ്ഞു, എന്നെയും ഇവർ മാടി വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ കൂട്ടുകൂടാറില്ല. അവരുടെ അഴുക്കായ ആ നിറമങ്ങിയതായ ചാർത്ത കാണുമ്പോൾ ഞാൻ ഇവരിൽ നിന്നും ഓടിയകലും. പ്രിയമുള്ളവരെ, കഥ ഇവിടെ അവസാനിക്കുകയാണ്. മഴത്തുള്ളി നാം ഓരോരുത്തരുമാണ്. നമുക്ക് ചുറ്റുമുള്ള നല്ല മനുഷ്യരോടും നല്ല ചിന്തകളോടും നാം കൂട്ടുകൂടുമ്പോൾ നന്മയുടെ പര്യായങ്ങളായി നാം മാറുകയാണ്. നാം അറിയാതെ മറ്റു പലതിലേക്കും നാം വഴുതി വീഴുമ്പോൾ നാം അവയുടെ പര്യായമായി തീരുകയാണ്. നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, നാറുന്നവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറുമെന്ന്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യത്വത്തെ നഷ്ടപ്പെടുത്താതെ മനുഷ്യനെ മനനം ചെയ്യുന്ന മനുഷ്യത്വത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈസ്റ്റർ എന്നിലും നിങ്ങളിലും സംജാതമാകും. ഒരിക്കൽ വിയറ്റ്നാമിലെ വാൻ തുവാൻ എന്ന മെത്രാൻ എഴുതിയ അതിമനോഹരമായ ഗ്രന്ഥമാണ് ദ റോഡ് ഓഫ് ഗ്രോ, ഗോസ്പൽ ഫ്രം ദ പ്രിസം. വിശാലതയുടെ പാത, അത് വിരചിതമായിരിക്കുന്ന ആ സുവിശേഷം എന്ന് പറയുന്നത് ജയിലിനുള്ളിൽ നിന്നാണ്. 1967 അദ്ദേഹം രൂപതയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായതായ സ്വപ്നം ഇതാണ്: ഏറ്റവും നന്നായി ജനങ്ങളെ ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കണം. അതിനായി അദ്ദേഹം അഹോരാത്രം പണിപ്പെട്ടു. എന്നാൽ വിയറ്റ്നാമിലെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഭരണം ഏറ്റെടുത്ത് പല വ്യക്തികളെയും തുറങ്കൽ പാളയത്തിലേക്കും തടങ്കലിലും അവർ വെച്ച് പാർപ്പിച്ചു. അങ്ങനെ യാതൊരു വിചാരണയും കൂടാതെ വാൻ തുവാനെയും തടങ്കലിൽ അടയ്ക്കപ്പെട്ടു.
നീണ്ട 13 വർഷക്കാലം അദ്ദേഹം ജയിലറയ്ക്കുള്ളിൽ, 9 വർഷക്കാലം പ്രഭാതമോ പ്രകാശമോ കാണാത്ത ഒരു ഇരുട്ടറയിൽ, ആ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ദൈവത്തോട് പരിതപപ്പെടുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ യഥാർത്ഥമായിട്ടുള്ളതായ ദൈവിക ശുശ്രൂഷയിൽ നിന്നും മാറ്റപ്പെട്ടത്? എന്തുകൊണ്ടാണ് എന്ന ഈ ചോദ്യത്തിന് അദ്ദേഹത്തെ നിരാശയിലേക്ക് ആഴ്ത്തിവിട്ടു. ഒരു ദിവസം അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെ ഞാൻ ചിന്തിച്ചാൽ മാനസികമായി ഞാൻ തളർന്നു പോകും. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയിൽ ശരണം പ്രാപിച്ച് ഒരു ഉത്തരം കണ്ടെത്തുവാൻ അദ്ദേഹം ഒന്ന് ശ്രമിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ഉൾക്കാഴ്ച ഇപ്രകാരം ഒരു അശരീരി പോലെ അദ്ദേഹത്തിന് കേൾക്കുവാനാകുന്നത്: നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഇത് ദൈവത്തിന്റെ അശരീരിയാണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ സമർപ്പിത ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ മാറുകയാണ്. അദ്ദേഹം വീണ്ടും ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഉത്തരം, ഈ ഒരു ചോദ്യം എന്നിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത്? നിരന്തരമായ ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്: ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തത്, നീ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല. അങ്ങനെയെങ്കിൽ ആ ദൈവം നിനക്ക് കൽപ്പിച്ചിരിക്കുന്നതായ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി. വാൻതുവാൻ വളരെ സന്തോഷവാനായി അതിനുശേഷം അദ്ദേഹം നിരാശപ്പെടുകയല്ല ചെയ്തത്. പിന്നെയോ പ്രാർത്ഥനയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുകയായിരുന്നു. നീണ്ട 9 വർഷത്തിന് ശേഷം സഹതടവുകാരുടെ കൂട്ടത്തിലേക്ക് 4 വർഷം അദ്ദേഹം അടയ്ക്കപ്പെട്ടപ്പോൾ താൻ ധ്യാനിച്ചതായ, മനനം കൊണ്ടതായ, തൻ്റെ ജീവിതത്തിന് പ്രത്യാശ പകർന്നതായ പല ബൈബിൾ കഥകളും തനിക്ക് ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു. അങ്ങനെ സ്വയം പ്രതീക്ഷ കൈവിടാതെ സ്വയം പ്രകാശിക്കുകയും ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പരത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ സന്ദേശം ഇതാണ് ഈസ്റ്റർ നമുക്ക് മുന്നിൽ വെക്കുന്നത്: പ്രത്യാശയോടെ ജീവിക്കുക, പ്രത്യാശ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. 2 കഥാപാത്രങ്ങളാണ് ബൈബിളിൽ അതിശക്തമായി നിൽക്കുന്നത്. ഒന്ന് ശിഷ്യപ്രമുഖനായ പത്രോസ്, രണ്ടാമത് യൂദാസ്, യേശുവിനെ ഒറ്റിക്കൊടുത്തതാണ്. രണ്ടുപേരുടെയും ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റാണ്. സ്വന്തം ഗുരുവിനെ അറിയില്ല എന്ന് 3 പ്രാവശ്യം ഒരു സ്ത്രീയുടെ മുന്നിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്. യൂദാസ് മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കവളത്തിൽ ചുംബനം നൽകി ഒറ്റുകൊടുത്ത യൂദാസ്. രണ്ടുപേരും ഗുരു നിഷേധം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സംഭവിച്ചത് എങ്ങനെയാണ്? പത്രോസ് തന്റെ തെറ്റിനെ തിരിച്ചറിയുകയും കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നിന്റെ ഗുരുവിനെ നീ തള്ളിപ്പറയുമെന്ന് ഗുരുവാക്യത്തെ അതിശക്തിയുക്തം എതിർത്തുകൊണ്ട് പറഞ്ഞു, ജീവൻ പോകേണ്ടി വന്നാലും ഞാനത് ചെയ്യുകയില്ല എന്ന്. പക്ഷേ അവനിലെ നിസ്സഹായത അവൻ തിരിച്ചറിഞ്ഞു. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം സ്വന്തം ഗുരുവിനെ തള്ളിപ്പറഞ്ഞു എന്ന ചിന്ത അവനിൽ ശക്തമായപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറുകയാണ്. യൂദാസ് ആകട്ടെ ഗുരുവിലേക്കോ ദൈവികതയിലേക്കോ തിരിച്ചു വരിക എന്ന ഒരു അനുതാപം മാറ്റി വെച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 മുഖവും നമ്മളിലുണ്ട്. ദൈവത്തിൽ നിന്നും അകലുമ്പോൾ ഒരു മടങ്ങി വരവനായി പത്രോസിന്റെ രൂപം, ഒരു അങ്കി, നാമം അണിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ യൂദാസിനെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ ജീവിതം മുഴുവനും ഇരുളടഞ്ഞതും പ്രത്യാശയില്ലാത്തതും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നാം ഒത്തിരിയേറെ നട്ടം തിരിയുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ജീവിതം ഒരു ഭാരമായി മാറുക. പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാനുള്ള വകകൾ അസ്തമിക്കുമ്പോൾ ജീവിതം ഒരു ഭാരമായി മാറും. അവിടെയാണ് ഒരു ക്രൈസ്തവൻ യഥാർത്ഥത്തിൽ ഈസ്റ്ററിന്റെ ഉത്ഥാനത്തിന്റെ സാക്ഷ്യമായി തീരേണ്ടത്. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നു എങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും പകരുന്നതായി മാറണം.
അങ്ങനെ ഈശോയുടെ കയ്യിലെ, ദൈവത്തിൻ്റെ കയ്യിലെ കൃപയുടെ നീർച്ചാലാകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ യഥാർത്ഥത്തിൽ ഈസ്റ്റർ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അതിന് സാധ്യതമാകേണ്ടതാണ് ഈസ്റ്റർ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ അദ്ദേഹം പാടിയത് ഇങ്ങനെയാണ്: ഒരു തുള്ളി കണ്ണുനീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ 1000 സൗരമണ്ഡലം നിനക്ക് ചുറ്റും പ്രതിഫലിക്കും. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വേദനകളും പ്രതിസന്ധികളും കാണുമ്പോൾ അവരിന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ കണം മാറ്റിവെച്ചാൽ തീർച്ചയായും ഉത്ഥാനത്തിൻ്റെ സൗരമണ്ഡലം നമുക്ക് സൃഷ്ടിക്കുവാനാകും. അതായി തീരട്ടെ നമ്മുടെ ഈ ആഘോഷം എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
സമാജത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ പ്രവർത്തിച്ച പ്രസിഡന്റുമാരാണ് ബോർഡ് ഓഫ് ട്രസ്റ്റീസിൽ അംഗങ്ങൾ. അവരിൽ സീനിയറായ വ്യക്തിയാണ് ട്രസ്റ്റി ചെയർമാൻ. 3 കാലയളവിൽ സമാജത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ച അപൂർവ വ്യക്തിയാണ് ചെയർമാൻ ശ്രീ വിൻസെന്റ് സിറിയൻ. അദ്ദേഹത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. സദസ്സിനെ സമ്പുഷ്ടമാക്കുന്ന സമ്പന്നമാക്കുന്ന വിശിഷ്ടാതിഥികളെ, കേരള സമാജത്തിന്റെ 2025 കമ്മിറ്റി അംഗങ്ങളെ, കേരള സമാജത്തിന്റെ സഹോദര സംഘടനകളിൽ നിന്നുള്ള വ്യക്തികളെ, സംഘടനകളുടെ നേതാക്കളായ മഹാരഥന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും ഉയർപ്പിൻ്റെയും പ്രത്യാശയുടെയും ആശംസകൾ നേരട്ടെ. അതോടൊപ്പം നന്മയുടെ പുത്തനുണർവിൻ്റെ വിഷു ആശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ വർഷം 53ാമത്തെ വർഷം വളരെയേറെ പ്രത്യേകതകളോട് കൂടിയുള്ള ഒരു വർഷമായിരിക്കും പ്രവൃത്തി മണ്ഡലത്തിൽ. പ്രസിഡന്റ് അക്കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് പല കാര്യങ്ങളും പറയാൻ. മാറ്റങ്ങൾ 2008 മുതൽ കേരള സംഭവിച്ച് 2025 ആയിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കൊത്ത് നമ്മൾ മാറി നടക്കാൻ പഠിച്ചിരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ മാറിയിരിക്കുന്നു തുടക്കത്തിൽ നിന്നും. ഇതുകൊണ്ട് തന്നെ കേരള സമാജം ഈ വർഷം ചെയ്യാൻ പോകുന്ന ചില കർമ്മ പരിപാടികളെ പറ്റി 1-2 വാക്കിൽ ഞാൻ പറഞ്ഞ് എൻ്റെ പ്രസംഗം വളരെ ചുരുക്കിക്കോളാം. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് സെമിനാർ, സോഷ്യൽ സെക്യൂരിറ്റിയെ പറ്റി ഒരു സെമിനാറിൽ കേരള സമാജം ഫ്രീ ആയിട്ട് നടത്തപ്പെടും. നിങ്ങൾ അറിയുന്നവരും സുഹൃത്തുക്കളെയും എല്ലാവരെയും അതിന് പ്രത്യേക ക്ഷണം കൊടുത്ത് കൊണ്ടുവരണം. ഈ സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. കാരണം സംഘടനയിലെ പല അംഗങ്ങളും റിട്ടയർമെന്റ് കഴിഞ്ഞവരോ റിട്ടയർമെന്റിലേക്ക് പോകുന്നവരോ ആണ്. അതുപോലെ തന്നെ നമുക്ക് വിൽ ആൻഡ് എസ്റ്റേറ്റ് പ്ലാനിങ്, വിൽ ഹാവ് എ സെമിനാർ ഓൺ വിൽ ആൻഡ് എസ്റ്റേറ്റ് പ്ലാനിങ്. അതും ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഇത് കൊണ്ടുവരണം. ഇത് നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കൂടാതെ സാഹിത്യ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. അത് പ്രവർത്തിച്ച് സമയാസമയങ്ങളിൽ നിങ്ങളെ അറിയിച്ച് കുട്ടികളെയും മുതിർന്നവർക്കും അവരുടെ കൃതികൾ എഴുതി സമർപ്പിച്ച് സമ്മാനം നേടാവുന്നതാണ്. ഡീറ്റെയിൽസ് പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കോളും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മലയാളി പോലെയുള്ള മീഡിയാസ് വാച്ച് ചെയ്യണം. ഫേസ്ബുക്കിൽ നിങ്ങൾ കയറണം. നിങ്ങൾ ഇതുവരെ കേരള സമാജത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരും സെൽഫോൺ നമ്പറും തീർച്ചയായിട്ടും ഇന്ന് കൊടുത്തിട്ട് പോകണം. പിന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രസിഡന്റ് ഫോറം ഇതുവരെ ഇല്ലാതെ ഓരോ വർഷം കഴിയുമ്പോഴും പ്രസിഡന്റുമാർ ആ സ്ഥാനം കഴിഞ്ഞ് മാക്സിമം ഒരു 5 വർഷം കൂടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ആയിട്ട് കഴിഞ്ഞ് അവരങ്ങ് പോയി നമ്മൾ മറക്കുന്നു, അവർ മറക്കുന്നു. നമുക്കൊരു കൂട്ടായ്മ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം മുതൽ അതിനൊരു മാറ്റം കുറിച്ചുകൊണ്ട് എല്ലാ ജീവിച്ചിരിക്കുന്ന മുൻ പ്രസിഡന്റുമാരെയും ഇവിടെ വിളിച്ച് ഒരു യോഗം കൂടിയിട്ടുണ്ട്. അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഈ മീറ്റിങ്ങിനോട് കൂടി പല ഭാഗങ്ങളായിട്ട് നിങ്ങൾ അറിയപ്പെടുന്നതായിരിക്കും. സ്വന്തമായ ഒരു ആസ്ഥാനം 2008 മുതൽ നമ്മൾ ആരംഭിച്ചതാണ്. പല മാറ്റങ്ങളും വരുത്തി, കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ വളരെ മുമ്പോട്ട് വളരെ ശക്തമായിട്ട് ഈ വർഷം മുതൽ ഒരു ആസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കും. അത് നടത്തപ്പെടും. ഈ സമയത്ത് നിങ്ങളോട് ഓരോരുത്തരോടും എല്ലാ രീതിയിലും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ കമ്മിറ്റി അംഗങ്ങളെ ഓരോ കർമ്മ പരിപാടികളിലും വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിളവെടുപ്പിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മലയാള പുതുവർഷത്തിന്റെയും ആഘോഷമായ വിഷുവിന്റെ സന്ദേശം നൽകുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തുന്നതിനായി സമാജം വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി ഇറ്റിയറെ ക്ഷണിക്കുന്നു. വിളവെടുപ്പിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മലയാള പുതുവർഷത്തിന്റെയും സൂചകമായി ഹിന്ദു മതവിശ്വാസികൾ ആഘോഷിക്കുന്ന ഉത്സവമാണല്ലോ വിഷു. വിഷുവിൻ്റെ സ്നേഹവും സന്തോഷവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് വിഷു സന്ദേശം നൽകുവാൻ ലഭിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തി ന്യൂയോർക്കിൽ മലയാളികളുടെ അഭിമാനമായ പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ മധു ഭാസ്കരൻ ആണ്.
മധുഭാസ്കരനെ വിഷു സന്ദേശം നൽകുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. ഇന്നിവിടെ ഒരു കുടുംബ സദസ്സിലെത്തിയ പോലെയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വിഷുവിനെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റിയും ഒക്കെ കേൾക്കുമ്പോൾ ഷാജിയുടെ അടുത്ത് നിന്ന് ഒരു ടിക്കറ്റ് മേടിച്ച് അടുത്ത വിമാനത്തിൽ തന്നെ നാട്ടിൽ പോകാനാണ് സാധാരണ എല്ലാവരും തോന്നാറ്. പക്ഷേ ന്യൂയോർക്കിലെ ഒരു പക്ഷേ അമേരിക്കയിൽ തന്നെ കേരളത്തിൻ്റെ ഒരു സ്ഥിര കേന്ദ്രമായ ഈ പ്രദേശത്ത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച ഈ സംഘടനയുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നാട്ടിൽ പോയ അതേ പ്രതീതിയാണ് ഇവിടെ. മഹാകവി അക്കിത്തത്തിൻ്റെ ചെല്ലത്തിൽ നിന്ന് കിട്ടുന്ന ഇരട്ടി മധുരം, അദ്ദേഹം ഇരട്ടി മധുരം കൂട്ടി മുറുക്കുന്ന ഒരാളാണ്. കുട്ടികളെ കണ്ടാൽ ഒരു കഷ്ണം ഇരട്ടി മധുരം എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ കിട്ടിയ ഒരു ഇരട്ടി മധുരത്തിൻ്റെ ആ മധുരം തന്നെ തോന്നി ഇന്നത്തെ ഈസ്റ്റർ സന്ദേശം കേട്ടപ്പോൾ, മധുരമായ ഒരു കവിത കേട്ടതുപോലെ. അങ്ങനെ കേരളത്തിലേക്കും കുട്ടിക്കാലത്തേക്കും തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരവസരം ഇന്ന് കിട്ടിയതിൽ എനിക്ക് വളരെ ഭാഗ്യം തോന്നുന്നു. പിന്നെ ഒരു കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി എന്ന നിലയിലുള്ള വിവരമാണ് എനിക്ക് വിഷുവിനെ പറ്റിയുള്ളത്. പിന്നെ കുട്ടിക്കാലത്ത് മുത്തച്ഛനും അച്ഛനും പറഞ്ഞു കേട്ട കഥകളിലൂടെയുള്ള വിവരങ്ങൾ. വിഷുവിൻ്റെ പൗരാണിക ചരിത്രം നോക്കിയാൽ അത് തിന്മയ്ക്ക് മേൽ നന്മയ്ക്കുള്ള വിജയത്തിൻ്റെയും പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും പുനർജനനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ആഘോഷമായി നമുക്കതിനെ കാണാം. ഒരു നരകാസുരൻ എന്ന ഒരു അസുരൻ പണ്ട് ലോകത്തുള്ള എല്ലാ നല്ല വസ്തുക്കളും അതിൽപ്പെടും ദേവേന്ദ്രൻ്റെ അമ്മയായ അതിഥിയുടെ സ്വർണ്ണ കുണ്ടലങ്ങളടക്കം പിടിച്ചെടുത്ത് കൊണ്ടുപോയി എടുത്തു വച്ചു. പിന്നെ 10,000 സുന്ദരികളായ സ്ത്രീകളെയും അദ്ദേഹം ബലപ്രയോഗം പെടുത്തി ഒരു മണിപർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തടങ്കലിൽ ഇട്ടു. 10,000 സുന്ദരികളെ കിട്ടാൻ വേറെ സ്ഥലമൊന്നും അന്വേഷിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടിയില്ല. നേരെ കേരളത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ആഘോഷമായി കാണുന്നു, അവരുടെ മോചനത്തെയും നരകാസുരന്റെ മൃത്യുവിനെയും. നരകാസുരനെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹം ഒരു അസുരനാണ്, പക്ഷെ ഭൂമി ദേവിയുടെ പുത്രനാണ്. ഭൂമി ദേവി എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന ഒരു ആളായിട്ടാണ് നമുക്ക്. ഭൂമിയെ പോലെ ക്ഷമയുള്ള ആരുമില്ല എന്നല്ലേ പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മക്കളെ വളർത്തുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നരകാസുരന്റെ സ്ഥിതി വരും. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ചെറിയ മക്കളാണ്. അതുകൊണ്ട് ഒരുപാട് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ ഈസ്റ്റർ സന്ദേശത്ത് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ദൈവസഹായം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇനി ഈ കഥയിൽക്കപ്പുറം നമുക്ക് വിഷുവിൽ കാണുന്നത് പ്രകൃതിയിലുള്ളൊരു പുനർജനനമാണ്. കണിക്കൊന്ന പൂക്കുമ്പോൾ അത് ഭൂമി ദേവിയുടെ ഒരു മാപ്പ് അപേക്ഷ പോലെയാണ്. ശ്രീകൃഷ്ണനാണ് നരകാസുരനെ വധിച്ച് അവസാനം സമാധാനം വീണ്ടെടുത്തത്. അപ്പം അദ്ദേഹം ആ കുണ്ടലം തിരിച്ചു വാങ്ങി, സ്വർണത്തിൻ്റെ. ആ കുണ്ടലത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കാം ചിലപ്പോൾ കുണ്ടലം പോലുള്ള കണിക്കൊന്ന പൂക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നി ആ കഥയിൽ ആ ഭാഗം അവർ പറയാതെ പറഞ്ഞൊരു കാര്യമായിരിക്കാം എന്ന്. അങ്ങനെയുള്ള ആ കണിക്കൊന്ന നമ്മൾ വിഷു സമയത്ത് ഉപയോഗിച്ച് ഒരു ആഘോഷത്തിൻ്റെ പ്രതീകമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലും നിത്യവൃത്തിയിലും ഈ പുനർജനനത്തിൻ്റെയും സമാധാനത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി വിഷുവിനെ നമുക്ക് നോക്കിക്കാണാം. എൻ്റെ നിത്യവൃത്തിയിൽ ഞാനൊരു വൃക്കരോഗ ചികിത്സകനാണ്. പൊതുവെ വൃക്കരോഗത്തിൻ്റെ അവസാനം ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു തടങ്കലാണ്. അതിൽ നിന്നുള്ള മോചനം
കിട്ടാൻ വൃക്ക മാറ്റിവെക്കലാണ് പ്രധാന ചികിത്സ അതിനുള്ള ആരോഗ്യമുള്ളവർക്ക്. അത്തരം ചികിത്സയിലൂടെ നമ്മൾ രോഗികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്, അതിൽ മെയിനായിട്ട് അതിന് കൊടുക്കുന്നത് ഈ വൃക്ക കൊടുക്കുന്ന ആളാണ്. അതിലൂടെ അവർക്കൊരു പുനർജനനം, ഈ ഈസ്റ്ററിലും വിഷുവിലും അടങ്ങിയ പുനർജനനം, പ്രത്യാശ എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിലെ പോലെ തന്നെ എൻ്റെ നിത്യവൃത്തിയിലും ഞാനെന്നും കാണുന്നു. അതുപോലെ തന്നെ ഈ വൃക്കദാനത്തിലൂടെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിസ്വാർത്ഥമായ, മറ്റൊരാൾക്ക് വേണ്ടി ഏറ്റവും നിസ്വാർത്ഥമായ ഒരു കടമയാണ് ഒരാൾ ചെയ്യുന്നത്. അത് ചിലർ ജീവനുള്ളപ്പോൾ ചെയ്യും, ചിലർ അവർ മരിച്ചതിന് ശേഷം ചെയ്യും. അവർ കുടുംബത്തിലൂടെ ആ സന്ദേശം അവർ മാനവികതയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നു. ഇത്തരം മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രതീകം എന്നും കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് എൻ്റെ ജോലിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്തരം മാനവികതയുടെ ഏറ്റവും നല്ല പ്രതീകത്തിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് കേരളം എന്നാണ് എൻ്റെ വലിയ വിശ്വാസം. കേരളീയർ മാന്യരാണ്. കേരളീയർ മതസൗഹാർദ്ദത്തിലും സമാധാനത്തിലും വിശ്വസിക്കുന്നവരാണ്. കേരളീയർ ആരെയും പറ്റിക്കാൻ ശ്രമിക്കാത്തവരാണ്. പലരും ഞങ്ങളുടെ ഈ വൃക്കരോഗത്തിൻ്റെ അസോസിയേഷൻ്റെ മീറ്റിംഗ് കേരളത്തിൽ നടക്കുമ്പോൾ പറയും, കേരളത്തിൽ വന്നൊരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കണ്ട, പൈസ കൊടുത്താൽ അധികം കൊടുത്താൽ അത് വാങ്ങില്ല, അവർ തിരിച്ചു തരും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനമാണ്. അത്തരം ഒരു മഹത്തായ മാനവികതയുടെ ഒരു ആവശ്യം ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ യുദ്ധങ്ങളുടെയും ഭീകരതയുടെയും ഒക്കെ പ്രസരം ലോകത്ത് പലർക്കും വളരെ സങ്കടജനകമായ ഒരു കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് ദിവംഗതനായ നമ്മുടെ പ്രിയപ്പെട്ട പോപ്പ് കൂടി ഇത്തരം ഒരു ലോക സമാധാനത്തിൻ്റെ ഒരു ദൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വളരെ വളരെ ഒരു നമുക്കെല്ലാവർക്കും അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യം തരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ലോകം മുഴുവൻ ദുഃഖിച്ചത് ഇതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ ഒരു വൈദികൻ വൃക്ക കൊടുത്തപ്പോൾ അദ്ദേഹത്തെ പ്രത്യേകിച്ച് വിളിച്ച് അഭിനന്ദിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ദിവംഗതനായ പോപ്പ്. അങ്ങനെ ഉള്ള ഒരു ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് നിത്യജീവിതത്തിലും നിത്യവൃത്തിയിലും നമുക്ക് അത് ആർജിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യ ലോകത്തിനു വേണ്ടി, ഒരു നല്ല പ്രകൃതിക്ക് വേണ്ടി നിലനിൽക്കാനുള്ള മലയാളിയുടെ മനഃശക്തിയും ആർജവവും നമുക്ക് കാത്തുസൂക്ഷിക്കാൻ ഇത്തരം അസോസിയേഷനുകൾ, ഇത്തരം ഒത്തുചേരലുകൾ വളരെ പ്രയോജനകരമായിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനിയും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മിസ്റ്റർ വിൽസൺ പറഞ്ഞതുപോലെ ഉള്ള കാര്യപരിപാടികളിലൂടെ നമുക്ക് ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് നയിക്കാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു, ഈസ്റ്റർ, പുതുവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
നയിച്ച് ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ ശ്രമിച്ച മുൻ പ്രസിഡന്റുമാരെ കോർത്തിണക്കി രൂപീകരിക്കുന്ന പ്രസിഡന്റ് ഫോറത്തിന്റെ ഔപചാരികമായ പ്രതിഷ്ഠാ കർമ്മം ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. മുൻ പ്രസിഡന്റ്മാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതിന് നിലവിലെ ട്രഷററും സമാജം മുൻ പ്രസിഡന്റും ഫൊക്കാന മുൻ ജനറൽ സെക്രട്ടറിയും അഭിഭാഷകനുമായ ശ്രീ വിനോദ് KRK വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനും നിങ്ങളും അമേരിക്കയിലേക്ക് വരണമെന്ന് ആലോചിക്കുന്നതിന് മുൻപ് നമ്മളിൽ പലരും ഈ ലോകത്ത് ജനിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം 53 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ മലയാളികളുടെ കൂട്ടായ്മ 53 മഹാരഥന്മാരാണ് ഈ സംഘടനയെ നയിച്ചിട്ടുള്ളത്. അതിൽ പല പ്രസിഡന്റുമാരും ഇന്ന് നമ്മളോടൊപ്പമില്ല. അവർ ചെയ്ത നല്ല ചെയ്തികളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ കർമ്മം ഇന്നിവിടെ വന്നിട്ടുള്ള കേരള സമാജത്തിന്റെ നായകന്മാരെ, മഹാരഥന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്യോഗമാണ്. അതിലേക്ക് ഞാൻ കടക്കട്ടെ. 53 വർഷങ്ങൾക്ക് മുമ്പ് വിരലെണ്ണാവുന്ന മലയാളി ഉണ്ടായിരുന്ന ന്യൂയോർക്കില് അവരെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ബേസ്മെന്റ്, പല വീടുകളുടെ ബേസ്മെന്റിലും പലവട്ടം മീറ്റിങ്ങുകൾ നടത്തി അങ്ങനെ മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് അതിന്റെ ആദ്യകാല പ്രസിഡന്റായ ഇന്നും നമ്മളോടൊപ്പം ചെറുപ്പക്കാരനായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നമ്മളോടൊപ്പം എന്നും നിന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ആദ്യ പ്രസിഡന്റ് പ്രൊഫസർ ചെറുവേലി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Please put your hands together. ഞാൻ ഈ പ്രസിഡന്റുമാരുടെ പേര് വിളിക്കുമ്പോൾ ഏകദേശം കുറച്ചു മുമ്പേ നമ്മുടെ സ്വാഗതപ്രാസംഗം പറഞ്ഞതുപോലെ 6-7 വർഷക്കാലം ഈ സംഘടനയ്ക്ക് വേണ്ടി ചോരയും വിയർപ്പും ചിന്തിയവരാണ്. തീർച്ചയായും നല്ലൊരു കയ്യടിയോടുകൂടി അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ്. അടുത്തത് ഡോക്ടർ AKB പിള്ള. അദ്ദേഹത്തിന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. സുനിൽ കുഴമ്പാല 1986 പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഫ്ലോറയിലാണ് ഈ അടുത്ത കാലത്ത് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. മിസ്റ്റർ ബാബു P. തോമസ്, അദ്ദേഹവും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. ശ്രീമാൻ ഉദയഭാനു പണിക്കർ, അദ്ദേഹം അറ്റ്ലാന്റയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. ശ്രീമാൻ ചെറിയാൻ പാലത്തറ 1991 പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇന്നോട് വരാൻ സാധിച്ചിട്ടില്ല. അടുത്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മറ്റൊരു നേതാവ് ശ്രീ ഷാജു സാമാണ്. ഒരു തവണയല്ല 2 തവണ കേരള സമാജത്തെ നയിച്ച ഒരു പടനായകനാണ് ശ്രീ ഷാജു സാം. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ്. ശ്രീമാൻ ജോജോ തോമസ്, അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനൂടെ വരാൻ സാധിച്ചിട്ടില്ല. ശ്രീ ജോസ് ചുമ്മാർ, ന്യൂജേഴ്സിയിലെ ബേബി സിറ്റിങ്ങിന്റെ പ്രോബ്ലം ഉള്ളത് കാരണം അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. ജോസ് ചുമ്മാർ 2002 പ്രസിഡന്റ് ആയിരുന്നു. നമ്മൾ സുന്ദരൻ എന്ന് വിളിക്കുന്ന നമ്മുടെ പഴയ ഒരു നേതാവുണ്ട്. അത് മറ്റാരുമല്ല, പ്രിൻസ് മാർക്കോസ്. വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം കേരള സമാജത്തിന്റെ കാര്യപരിപാടികളിൽ
സജീവമായി പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൈയടിക്കുന്നതിന് യാതൊരു മടിയും വേണ്ട. കൈയടിക്കാൻ ഇവിടെ ഡോക്ടർമാരിപ്പുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ അടുത്ത കാലത്ത് വായിച്ചതാണ്, കൈയടിച്ചാൽ നിങ്ങളുടെ ജീവിത ദൈർഘ്യം കൂടുന്ന കേട്ടിട്ടുണ്ട്. അത് ദയവേത് കൈയടിച്ചോളൂ. അടുത്തത് ഉരുക്കു വനിത എന്ന് നമ്മൾ എന്നും അഭിമാനപൂർവ്വം പറയുന്ന ഈ മലയാളി സമൂഹത്തിന്റെ എല്ലാമായ ശ്രീമതി ലീല മാരെ 2004 കേരള സമാജത്തിന്റെ എല്ലാമായിരുന്ന ശ്രീമാൻ ചാക്കോ കോയിക്കലെ അദ്ദേഹം ഈ വർഷത്തെ ഓടിക്കുകയാണ്. 2006 കേരള സമാജത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് ശ്രീമതി സരോജ വർഗീസ് ആയിരുന്നു. ഇന്നലെ സരോജ വർഗീസ് വിളിച്ചിരുന്നു. സരോജ വർഗീസ് നാട്ടില് പോവുകയാണ്. അതുകൊണ്ടാണ് സരോജ വർഗീസിന് ഈ മീറ്റിംഗ് സംബന്ധിക്കാൻ സാധിച്ചത്. ഒരു കൈയ്യടി സരോജ വർഗീസ് കൊടുക്കുന്നത്. 2007 പ്രസിഡന്റായിട്ട് ശ്രീ പോൾ കറുകപ്പള്ളിയാണ് സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. മറ്റു ചില പരിപാടികളിൽ പോകേണ്ടതുകൊണ്ട് വന്നിട്ട് പോയി. അദ്ദേഹത്തിന് ഒരു കൈയ്യടി കൊടുക്കുക. അതിനുശേഷം കടന്നു വന്ന ശ്രീ വർഗീസ് പോത്താനിക്കാട്. വർഗീസ് പോത്താനിക്കാട് 2 വർഷക്കാലം കേരള സമാജ പ്രസിഡന്റായിരുന്നു. വർഗീസ് പോത്താനിക്കാട് എനിക്ക് തോന്നുന്നു അദ്ദേഹം നാട്ടിലാണ്. ഗൃഹാതുരത്വം കാരണം നാട്ടിൽ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കൈയ്യടി കൊടുത്തു. അത് കഴിഞ്ഞ് വന്ന മഹാഭാവിയാണ് ഞാൻ. എനിക്ക് ശേഷം കടന്നു വരുന്നു മറ്റാരുമല്ല, നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഇപ്പൊ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ വിൻസെന്റ് സിറിയൻ. കേരള സമാജത്തിന്റെ ചരിത്രത്തില് 2 തവണ പ്രസിഡന്റാണ് ഷാജു സാ. വർഗീസ് പോത്താനിക്കാട് 2 തവണയായിരുന്നു. 3 വർഷം കേരള സമാജത്തെ സേവിച്ച ഒരു ശ്രീമാൻ സണ്ണി പണിക്കർ കഴിഞ്ഞ തവണത്തെ ബോർഡ് ട്രസ്റ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഈ സണ്ണി പണിക്കരെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ഇരിക്കുന്നു. ശ്രീ ജോൺ പോളും അദ്ദേഹത്തിന് ചില സാങ്കേതിക കാര്യങ്ങൾ വന്നെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു കൈയ്യടി കൊടുക്കും. 2013 കേരള സമാജത്തിന് വേണ്ട എല്ലാവിധ ബഹുമാനവും ആദരവും വാങ്ങിച്ചു കൊടുത്ത നമ്മുടെ സ്വന്തം ലൂക്കോച്ചൻ എന്ന് വിളിക്കുന്ന ശ്രീ കേരള സമാജ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ച ശ്രീ ജോസ് കാനാട്ടെ കുറച്ചു കാലമായിട്ട് നാട്ടിലാണ്. അദ്ദേഹത്തിന് എല്ലാവിധ
ഐശ്വര്യങ്ങളും ഭാവങ്ങളും കേരള സമാജം ഈ സമയത്ത് നേടും. രണ്ടായിരത്തി 2015 കടന്നു വരുന്നു പ്രഗത്ഭതാരം. മറ്റാരുമില്ല, കുഞ്ഞെന്ന് നമ്മൾ പൊന്നോമന പേരിൽ വിളിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരൻ ശ്രീ തോമസ് ശാമുവൽ. പ്ലീസ് കടന്നു വരൂ. ായപ്പോഴത്തേക്കും വേറൊരു നേതാവിന് നമുക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹം വളർന്ന് പന്തലിച്ച് നാഷണൽ സംഘടനയായ ഫോമയുടെ പ്രസിഡന്റായി, നാഷണൽ പ്രസിഡന്റായി മറ്റാരുമല്ല നമ്മുടെ പൊന്നോമന പുത്രൻ ഡോക്ടർ ജേക്കബ് തോമസ്. ശ്രീ വർഗീസ് പോത്താനിക്കാടായിരുന്നു കേരള സമാജം പ്രസിഡന്റ്. അതിനു മുമ്പ് 2016 ഷാജു സാം വീണ്ടും പ്രസിഡന്റായി. അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ട്. ഒരു കൈയ്യടി കൊടുത്തുകൊണ്ടത്. കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ 2016-ലും 2019-ലും 20-ലും വിൻസെന്റ് സിറിയൊക്കെ 1, 2, 3 മൂഴം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ശ്രീ വർഗീസ് കെ ജോസഫ് അദ്ദേഹത്തിന്റെ ഒരു കല്യാണത്തിന് പോകേണ്ടത് കൊണ്ടാണ് അദ്ദേഹം വരാഞ്ഞത്. അദ്ദേഹത്തിന്റെ ചെയ്തികളെ നാം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ശ്രീ വർഗീസ് കെ ജോസഫിന് നല്ലൊരു കൈയടി. ഇതാ കടന്നു വരുന്നു വേറൊരു താരം. 2022-ൽ നമ്മൾ നയിച്ച 50ാമത് കേരള സമാജത്തിന്റെ 50ാമത് വാർഷികം വളരെ മനോഹരമാക്കി. കേരള സമാജത്തിന്റെ അന്തസ്വാഭിമാനവും വേണ്ട രീതിയിൽ കാണിച്ചു കൊടുത്ത അന്നത്തെ പ്രസിഡന്റ്, അതിനുശേഷം ഫോമ എന്ന നാഷണൽ ഓർഗനൈസേഷന്റെ എല്ലാമായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ പത്മകുമാരെ വിളിക്കുന്നു, മുത്തെന്ന് വിളിക്കുന്നു. നമ്മുടെ മുത്തത്തിയെ ആയപ്പോഴേക്കും നമ്മൾ ഷാജി എന്ന് വിളിക്കുന്ന ഷാജി ഉണ്ടോ ഇവിടെ? ഫിലിപ്പോസ് കെ ജോസഫ് ഇല്ല. ഫിലിപ്പോസ് കെ ജോസഫിന് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നതുകൊണ്ടാണ്. ഓർമ്മയുണ്ടായിരിക്കും, ഫിലിപ്പോസ് കെ ജോസഫിന്റെ കാലഘട്ടത്തില് ഓണവും വിഷുവും ഒക്കെ ഒരു മാമാങ്കമായിരുന്നു. ശ്രീ ഫിലിപ്പോസ് കെ ജോസഫിന് കേരളമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഇതാ വരുന്നു 2024. ആരായിരുന്നു പ്രസിഡന്റ്? 52ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ജപ്പാനിൽ നിന്ന് ഒരു മാന്യ വ്യക്തി ഫേസ്ബുക്കിലൂടെ നമ്മളെ പ്രകോപിപ്പിച്ച ഒരു നമ്മുടെ ഏറ്റവും നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാമായ കലാകാരൻ, പാട്ടുകാരൻ, പ്രാസംഗികൻ എന്ന് വേണ്ട ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് എന്നും അഭിമാനത്തോടു കൂടി പറയാവുന്ന ശ്രീ സിബി ഡേവിഡ് തോമസ് ഡേവിഡ്. ഈ നായകന്മാരാണ് കഴിഞ്ഞ വളരെ വർഷങ്ങളായിട്ട് കേരള സമാജത്തിന്റെ പ്രശസ്തിയും
കേരള സമാജത്തിന് വേണ്ടിയുള്ള അഹോരാത്രം പ്രവർത്തനം നടത്തിയ മഹാമനസ്കർ. ഒരു നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവർക്ക് മറന്നുപോയത് കൊണ്ടല്ല, 2025 നമ്മുടെ എല്ലാമായ സൗമ്യനും ശാന്തശീലനും സുന്ദരനുമായ സജി എബ്രഹാമിനെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വിനോദ് KRK. ഇത്രയും പേരെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ വളരെ നന്ദി അറിയിക്കട്ടെ. നമ്മുടെ സമാജത്തിന്റെ മുൻ പ്രസിഡന്റുമാരാണ് നമുക്ക് നിലനിൽക്കുന്നത്. ഇന്ന് ഇവിടെ പ്രസിഡൻസ് ഫോറം രൂപീകരിക്കുന്നതിന്റെ പ്രഖ്യാപനം നടത്തുന്നതിനും ഈ ഫോറം ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി നിലവിലെ സമാജ പ്രസിഡന്റ് ശ്രീ സജി എബ്രഹാമിനെ വേദി ക്ഷണിക്കുന്നു. താങ്ക് യു. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 53 വർഷക്കാലം വളരെ സംഭാവന ചെയ്ത നേതാക്കന്മാരാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം. കഴിഞ്ഞ പിക്നിക്കിന് പ്രിയങ്കരനായ ലൂക്കോച്ചൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവസാനം 4 പേരായി. അന്നത്തെ പ്രസിഡന്റ് സിബി, ലൂക്കോച്ചൻ, ഞാൻ, ചാക്കോ കോച്ചൻ, 4 പേര് മാത്രമായപ്പോൾ വളരെ പ്രയാസത്തോടുകൂടി ലൂക്കോച്ചൻ പറഞ്ഞു, ഇതിൽ നിന്ന് പ്രസിഡന്റുമാരായി കഴിഞ്ഞു പോയ പലരും ഒന്നും അറിയുന്നില്ല, അവർ ഇതിനകത്ത് ഭാഗമാകുന്നില്ല, അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതായ ഒരു വേദനയോടെ അത് സംസാരിച്ചപ്പോൾ അന്നത്തെ പ്രസിഡന്റ് സിബിയും അതോടൊപ്പം അന്നുണ്ടായിരുന്ന വിനോദ് KRK, വിനോദിന്റെ ഒരാശയമാണ് ഇങ്ങനൊരു ഫോറം നമുക്ക് രൂപീകരിക്കണമെന്നുള്ളത്. അന്ന് അതിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ കേട്ടു. അടുത്ത ജനറൽ ബോഡി വന്നപ്പോൾ എന്നെ പ്രസിഡന്റാക്കി തിരഞ്ഞെടുത്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജനറൽ ബോഡിയോട് ആവശ്യപ്പെട്ടതും അംഗീകാരവും വാങ്ങിച്ചതും ഇതിനു വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇതൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ഇവരുടെയൊക്കെയും സ്നേഹവും പെരുന്നാളിനെയൊക്കെയും ഈ സംഘടനയെയും വരുന്ന ആളുകളുടെ ഇതിന്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ആസ്ഥാനം ഉണ്ടാകുവാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് സാധ്യമാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഔദ്യോഗികമായി ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉറപ്പിന്റെ ഉറപ്പ് ആദ്യ പ്രസിഡന്റ് ചെറുവേലി സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒന്നുകൂടി ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും മദേഴ്സ് ഡേയുടെയും സന്തോഷവും സമാധാനവും ആശംസകളും അർപ്പിക്കുന്നു. 53 കൊല്ലമായി കേരള സമാജത്തിൻ്റെ ഓരോ പരിപാടിയിലും സംബന്ധിക്കുമ്പോൾ എൻ്റെ തറവാടായ കുട്ടനാട്ടിലെ ആ പഴയ വീട്ടിൽ ചെല്ലുന്ന ഒരു സംതൃപ്തിയാണ് എനിക്കുള്ളത്. I feel like I'm returning to my ancestral home and being reunited with my brothers and sisters and cousins. It is a great honor for me to come to every function of Kerala Samajam because we are the first Malayali association outside India. Yeah. And one reason this association continues to function is because we have been fortunate to have decent people like the ones we have on stage, who in spite of all the difficulties and family obligations, often without even a 1
mothers. They gave their time and talents to serve this Samajam. So I salute all of them. May God grant them many more years of good health and joyful living and continued service to our Samajam. This year also, we have an excellent team. Our President Saji, who wanted to be president, one look at him, we get the feeling this man wants to do something. And he has wonderful ideas, and this President's Forum is one such example. Our secretary, look at him, he's like a teenager. He's a Mexican jumping bean. And we are fortunate to have, during the last 20 years, a unique personality called Vinod Kiyar. Kerala Samajathil 20 കൊല്ലമായി നിത്യസാന്നിധ്യവും നിത്യപ്രകാശവുമായ അദ്ദേഹത്തിനെ നമുക്ക് ഒന്നുകൂടി ആദരിക്കാം. Before I conclude, I have to call the names of the people who served the Samajam as presidents and who passed away. We always say former presidents who are no more. But I want to read their names. Please bear with me. May the good Lord grant them eternal rest. I am reading their names in the order in which they served Kerala Samajam. Dr. Thomas Pushpamangalam, Joseph Matthew, please be there. Mrs. Lilikuti Illikal, her husband Dr. Matthew Illikal, Mr. Matthew Koshi, Gopalan Nair, Nainan Gutti, Joseph K. Joseph, Varghese Kunnampuram, Varghese Takekara. I hope I included everyone. At least these are the ones I know. So I wish this new venture, this new fellowship, every success. And I hope we will get a chance to get together periodically, informally, enjoy each other's company. So God bless you all. Thank you. നമ്മുടെ ഈ പ്രസിഡൻസ് ഫോറത്തിന്റെ കോർഡിനേറ്ററായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മിസ്റ്റർ ഷാജു സാബിനെയാണ്. ഈ പ്രസിഡൻസ് ഫോറത്തിന്റെ കോർഡിനേറ്റർ ഷാജു സാബിനെ ഇതിന്റെ ഒരു റിപ്ലൈ സ്പീച്ചിനായി ക്ഷണിക്കുന്നു. കേരള സമാജത്തിന്റെ സ്നേഹമുള്ള മെമ്പേഴ്സ്, സാരഥികളെ, മിസ്റ്റർ സജി എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ കമ്മിറ്റിക്ക് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇങ്ങനൊരു പ്രസിഡൻസ് ഫോറം കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടതും അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 53 വർഷക്കാലമായി കേരള സമാജത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരെ ആദരിക്കുകയും അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഫോറം ഇവിടെ കൊണ്ടുവന്ന് ഇനിയും തുടർന്നുള്ള കേരള സമാജത്തിൻ്റെ പ്രവർത്തനത്തിൽ അവരെ ഇവിടെ ഭാഗഭാക്കുകളാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനാണ് ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് എന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഈ വർഷത്തെ കമ്മിറ്റിക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷാജു. ഒരു നിമിഷം കൂടി എല്ലാവരും നിൽക്കണം. കാരണം നമ്മുടെ കേരള സമാജത്തിന് നമ്മൾ പുതിയ മെമ്പേഴ്സിനെ നമ്മൾ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അത് കൂടുതലും യുവാക്കളെ അവരെ കേരള സമാജത്തിലേക്ക് മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇന്ന് നമുക്ക് ഒരു വ്യക്തിക്ക് നമുക്കൊരു നമ്മുടെ മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മൾ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. സജി എബ്രഹാം ദേവതി. ഞങ്ങൾ അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ട് ചെറുവേലി സാറിനെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ആവശ്യപ്പെട്ട ഒരു കാര്യം, യുവാക്കളെ, ചെറുപ്പക്കാരായിട്ടുള്ളവരെ നിങ്ങൾ കൊണ്ടുവരാതിരിച്ചു കഴിഞ്ഞാൽ ഇത് അന്യം നിന്ന് പോകും. അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിനുള്ളതായ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിൻ്റെ ഒരു ആദ്യപടിയായിട്ട് ശ്രീ നിറ്റുവിന്
ശ്രീ കിറുവേലി സാർ ഇപ്പോൾ മെമ്പർഷിപ്പ് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും. മിസ്റ്റർ ടിക്കു ആമൻ കോശി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിന് കിറുവേലി സാർ സ്വീകരിക്കുന്നു. നമ്മുടെ കേരള സമാജത്തിന്റെ ഏറ്റവും പുതിയ മെമ്പർ ടിക്കു മാമൻ കോശി. വെൽക്കം ടു കേരള സമാജം. താങ്ക് യു ഓൾ പ്രസിഡന്റ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇന്നത്തെ ഇതിൽ ആശംസ അർപ്പിക്കുന്നതിനായി ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ പണ്ഡിത്താനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ഓമയുടെ ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ് ആശംസ അർപ്പിക്കുന്നതാണ്. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ്, പിന്നെ നമുക്ക് 1-2 പാട്ടുകളോട് കേൾക്കാം. അതോടൊപ്പം ഫുഡ് കഴിക്കാം. കേരള സമാജം അതിൻ്റെ 53ാമത് പ്രവർത്തന ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ഈസ്റ്റർ വിഷു ആഘോഷവും ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. കേരള സമാജത്തെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കയിലെ വൺ ഓഫ് ദ മുത്തശ്ശി സംഘടനകളിൽ ഒന്നാണ് കേരള സമാജം. കാരണം അമേരിക്കയിലുള്ള മലയാളി സംഘടനകളിൽ ഇത്രത്തോളം പ്രായമുള്ള വളരെ ചുരുക്കം ചില സംഘടനകൾ മാത്രമേ ഇന്ന് അമേരിക്കയിലുള്ളൂ. ആദ്യകാലത്തെ മലയാളികൾ കുടിയേറിയ സമയത്ത് ആരംഭിച്ച ഈ സംഘടന ഇന്നും മറ്റുള്ളൊരു സംഘടനകൾക്ക് മാതൃകയായി തീരുവാൻ കഴിയുന്നുണ്ട്. ഇന്നിവിടെ ആരംഭിച്ച പ്രസിഡൻഷ്യൽ ഫോറം അതിൻ്റെ ഉദാഹരണമാണ്. പുത്തൻ പുതിയ ആശയങ്ങളുമായി വരാനും അത് നടപ്പാക്കാനുമുള്ള കേരള ഈ സംഘടനയുടെ ആർജവം അതൊരു പാഠമാക്കേണ്ടതാണ്. ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം കേരള സമാജം ഞങ്ങൾക്കൊരു പ്രിയപ്പെട്ട സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനയിൽ പലരും ഈ സംഘടനയിൽ നയിച്ചവർ ഞങ്ങളുടെ സംഘടനയിൽ ഫൊക്കാനയിൽ വരികയും ഫൊക്കാനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് മുൻ സെക്രട്ടറി വിനോദ് KRK, ലീല മാരാട്ടെ, ഷൈജു സാമെ, മേരിക്കുട്ടി മൈക്കിളെ, മില്ലി ഫിലിപ്പ് തുടങ്ങിയ നിരവധി പേർ ഇപ്പോഴും കമ്മിറ്റികളിൽ ഈ സംഘടനയെ പ്രതിനിധീകരിച്ച് ഫൊക്കാനയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഘടനയിൽ നിന്നും പലരും സഹോദര സംഘടനയായ ഫോമയിലും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ അമേരിക്കയിലെ സാമൂഹിക രംഗങ്ങളിൽ ഈ സംഘടന അത്രത്തോളം നല്ലൊരു എല്ലാവർക്കും മറ്റുള്ള സംഘടനകൾക്ക് മാതൃകയായ ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി ഒരു കാര്യം ഫൊക്കാനയെ പറ്റി പറഞ്ഞോളാം. ഫൊക്കാന കൺവെൻഷൻ അടുത്ത വർഷം ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ കലഹാരിയിൽ വെച്ച് നടത്തുന്നു. വലിയൊരു കൺവെൻഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. അതിൻ്റെ ഒരു കിക്ക് ഓഫ് അടുത്ത ശനിയാഴ്ച മെയ് 10 ശനിയാഴ്ച ന്യൂജേഴ്സി വെച്ച് ചെയ്യുന്നു. നിങ്ങളെ ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൺ മോർ തിങ്, ഫൊക്കാനയുടെ കേരള കൺവെൻഷൻ ഓഗസ്റ്റ് 1, 2, 3 തീയതികളിൽ കോട്ടയത്തെ കുമരകത്ത് വെച്ച് നടത്തുന്നുണ്ട്. ഇപ്പം ആരെങ്കിലുമൊക്കെ കേരളത്തിൽ ആ സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും പങ്കെടുക്കണം. 3 ദിവസത്തെ കൺവെൻഷനാണ്. അവസാനത്തെ ദിവസം ഒരു ഡേ ഫുൾ ബോട്ടിലാണ് കൺവെൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫൊക്കാനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 3 ഡേ കൺവെൻഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. കേരള സമാജം ഫൊക്കാനയ്ക്ക് നൽകുന്ന സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രതികരിച്ച് ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ് 2 വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. കേരള സമാജം ഓഫ് ഗ്രേറ്റ് നെറ്റ്വർക്കിൻ്റെ നേതാക്കന്മാരെ, ഫൊക്കാന ലീഡേഴ്സ്, മുൻ അധ്യക്ഷന്മാർ, ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കേരള സമാജം ഓഫ് ഗ്രേറ്റ് നെറ്റ്വർക്കിൻ്റെ താങ്ങും നട്ടിലുമായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ നേതാക്കന്മാരെ,
മലയാളി സംഘടനകളുടെ മുത്തശ്ശി സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ 53ാമത്തെ പ്രവർത്തന ഉദ്ഘാടനവും അതുപോലെ തന്നെ ഈസ്റ്റർ വിഷുവും ഇന്നിവിടെ കൊണ്ടാടുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ തറവാട്ടിൽ വന്ന് ഈസ്റ്റർ വിഷു ആഘോഷിക്കുന്ന ഒരു അനുഭൂതിയും അതുപോലെ തന്നെ നമ്മുടെ കാരണവരായ പ്രിയ ബഹുമാനപ്പെട്ട ചെറുവള്ളി സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ഈ നമ്മുടെ കാരണവരായ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കാരണവരായ ശ്രീ ചെറുവള്ളി സാറിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഈസ്റ്റർ വിഷു ആഘോഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. 70 കാലഘട്ടത്തിന്റെ ആദ്യ പാതയില് മലയാളികള് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത മലയാളികൾക്ക് ഒരു ഒറ്റപ്പെടലിന്റെ വേദനയും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഒരു പ്രയാസങ്ങൾക്കൊക്കെയും നേരിട്ടപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് നമ്മുടെ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനും ഒക്കെയും നേതൃത്വം കൊടുത്ത ഈ സംഘടന, ഈ മഹാപ്രസ്ഥാനം ഇന്ന് 53ാം വർഷത്തിൽ കടന്നിരിക്കുകയാണ്. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ട്രസ്റ്റി ബോർഡ് മെമ്പർ എന്ന നിലയിലും അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ അമേരിക്ക ഫോമായുടെ പേരിലുള്ള എല്ലാ ആശംസകളും ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി വോട്ട് ഓഫ് താങ്ക്സ് അർപ്പിക്കുന്നതിനായി ട്രഷറർ വിനോദ് KRK ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നല്ല ചിക്കൻ കറിയുടെ മണമടിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു നന്ദി പ്രകാശനത്തിന് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ കേരള സമാജത്തിന്റെ പേരിൽ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് കാണുന്ന പല അനർത്ഥങ്ങൾക്കും കാരണം ഇതുവരെ മനുഷ്യനായിട്ട് പെരുമാറുവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് മറ്റുള്ള സഹജീവികളെ സ്നേഹത്തോടും ബഹുമാനത്തോടും അതിനുപരിയായിട്ട് ആദരവോടും കാണുവാനുള്ള നമ്മുടെ പ്രയാസമാണ് ഇതുപോലെയുള്ള ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണെന്നും നമ്മൾ എവിടുന്ന് വന്നു എന്നും നമ്മുടെ പ്രയാണം ഇനി എങ്ങോട്ടാകാണെന്നും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശന്നിരിക്കുന്ന വയറുകളെ വിഷമിപ്പിക്കുന്നില്ല, എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുന്നു. ഇതിലൊക്കെ ഉപരിയായിട്ട് കേരള സമാജത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത്, കേരള സമാജത്തിന്റെ എല്ലാം എന്ന് പറയുന്നത് ഇന്ന് വന്ന് കൂടിയിട്ടുള്ള നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ കേരള സമാജം 53 വർഷം പോയിട്ട് 53 ദിവസം പോലും നിൽക്കുകയില്ലായിരുന്നു. നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സാന്നിധ്യം എന്നും ഈ സംഘടനയ്ക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി കേരള സമാജത്തിന്റെ പേരിൽ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കേരള സമാജത്തിന്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.